എനിക്കിവിടെ വെറും $11 ഇവിടെ ആഡ്സെൻസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടുള്ളൂ. അത് ട്രാൻസ്ഫർ ആയ ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ വന്നിട്ടുണ്ട്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, നിങ്ങൾ ആദ്യമായി മോണിറ്റൈസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ്റെ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ID വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്ത് US ടാക്സ് ഇൻഫർമേഷൻ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അതിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ്സിൻ്റെ സ്ക്രീനിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണിക്കുകയില്ല. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇവിടെ നോക്കുക, നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു $, അത് നിങ്ങളുടെ ആഡ്സെൻസിലേക്ക് ട്രാൻസ്ഫർ ആയാൽ മാത്രമേ അവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരികയുള്ളൂ എന്ന് ഞാൻ വളരെ കറക്റ്റായി തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുന്ന ഈ $, എല്ലാ മാസവും 7-ാം തീയതി മുതൽ 12-ാം തീയതിക്കുള്ളിലാണ് നമ്മുടെ ആഡ്സെൻസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അത് ട്രാൻസ്ഫർ ആയാൽ ഉടൻ തന്നെ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുമെന്നുള്ളത് ഞാൻ വളരെ കറക്റ്റായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ആഡ്സെൻസ് ഓപ്പൺ ചെയ്ത് അതിൽ പേയ്മെന്റ്സിൽ വന്ന് നോക്കുമ്പോൾ ഈ സ്ക്രീനിൽ നോക്ക്, ഇവിടെ ഓൾറെഡി എൻ്റെ കുറച്ച് $, യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്, ഹൗ യു ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും അതിൻ്റെ താഴെയായിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ $, ട്രാൻസ്ഫർ ആയ ഉടൻ തന്നെ ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് സ്ട്രെസ് കൊടുത്ത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, യൂട്യൂബിൽ പലതരത്തിലുള്ള വീഡിയോസ് ഓടുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എത്ര $, കയറിയാലാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് $100 ആകാതെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ സ്ട്രെസ് കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് $10 കയറിയാലാണ് നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം എത്ര $, കയറിയാലും ശരി, ആ കയറുന്ന $, നിങ്ങളുടെ ആഡ്സെൻസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് അവിടെ വരുമെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു പ്രൂഫാണ് ഇവിടെ കാണിക്കുന്നത്. എനിക്കിവിടെ വെറും $11 ഇവിടെ ആഡ്സെൻസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടുള്ളൂ. അത് ട്രാൻസ്ഫർ ആയ ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കണം. പിന്നീട് തെറ്റുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അതിനെ ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകണ്ട. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ സ്ക്രീൻ ഞാൻ നേരത്തെ വന്നതാണ്, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആഡ്സെൻസിന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആഡ്സെൻസിന്റെ ഹോം സ്ക്രീനിൽ നിന്ന് തുടങ്ങി കാണിക്കാം. ഇനി ഗൂഗിളിൽ നിന്നും ക്രോമിൽ നിന്ന് ഞാൻ വന്ന് കാണിക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ നോക്കാം, നമ്മൾ ആഡ്സെൻസിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹോം സ്ക്രീൻ വരുന്നത് ഇതേപോലെയാണ്. ഇതിന്റെ ചെറുതായിട്ടൊന്ന് സൂം ചെയ്യുക. ഇത് കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇവിടെ നോക്കുക, പേയ്മെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പേയ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ സ്ക്രീനിൽ നമ്മൾ എത്തിയിരുന്നത്. അത് ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ആ സമയത്ത് ഞാൻ കാണിച്ചതാണ്. ഇവിടെ നോക്കുക, പേയ്മെന്റ്സിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, പേയ്മെന്റ്സ് ഇൻഫോ, വെരിഫിക്കേഷൻ ചെക്ക്. വെരിഫിക്കേഷൻ ചെക്കിലേക്ക് ഇനി നമുക്ക് പോകേണ്ട ആവശ്യമില്ല, അത് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ പേയ്മെന്റ്സ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഈ സ്ക്രീനിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ക്രീൻ തന്നെയാണ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും. ഇനി ഇവിടെ ചെറുതായിട്ടൊന്ന് സൂം ചെയ്യുക. ഇവിടെ നോക്കുക, നമ്മുടെ $, അവിടെ കയറിയിട്ടുള്ളത് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. ഇതിന്റെ താഴെയായിട്ട് ഹൗ യു ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കുക, ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ആഡ് പേയ്മെന്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ നോക്കുക, ഈ ഒരു സ്ക്രീനിലാണ് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ബാങ്ക് റെക്കോർഡ്സിൽ എങ്ങനെയാണ് നമ്മുടെ പേര്, നമ്മുടെ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, ഈ കാര്യങ്ങളുള്ളത് അതേപോലെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബെനിഫിഷ്യറി ID ആണ്. അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിവിടെ ഓപ്ഷൻ ഇതാണ്. രണ്ടാമത്തേത് നെയിം ഓൺ ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ പേര് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പലരുടെയും ബാങ്ക് അക്കൗണ്ടിലുള്ള പേരും നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൽ കൊടുത്തുള്ള നമ്മുടെ ID പ്രൂഫിലുള്ള പേരും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടായെന്ന് വരാം. പക്ഷേ നമ്മൾ ആ ID പ്രൂഫ് ഇവിടെ നോക്കണ്ട. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ കറക്റ്റായിട്ട് പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ബാങ്ക് നെയിം. നമ്മുടെ ഈ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ഉള്ളത് ആ ബാങ്കിന്റെ പേര് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പലർക്കും ഈ സർവീസ് സഹകരണ ബാങ്കിലൊക്കെയാണ് അക്കൗണ്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് നിങ്ങൾ കൊടുക്കരുത്. അത് മാത്രമേ അക്കൗണ്ട് ആയിട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ബാങ്കിൽ, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ ഉള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലോ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്കിലോ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് കിട്ടും. നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് കിട്ടത്തില്ല. അത്തരത്തിലുള്ള ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരെ എത്രയും പെട്ടെന്ന് മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അടുത്തത് നമ്മുടെ IFSC കോഡാണ്. IFSC കോഡ് നമ്മുടെ ബാങ്കിന്റെ പാസ്ബുക്കിൽ അല്ലെങ്കിൽ ചെക്ക് ബുക്കിൽ അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും IFSC കോഡ് എന്താണെന്നുള്ളത്. അവിടെ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതാണ് സ്വിഫ്റ്റ് കോഡ്. സ്വിഫ്റ്റ് കോഡ് നമ്മുടെ പാസ്ബുക്കിലോ ചെക്ക് ബുക്കിലോ എവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിലാണോ നമുക്ക് അക്കൗണ്ട് ഉള്ളത് ആ ബ്രാഞ്ചിൽ പോയി അവിടെ ബാങ്ക് മാനേജറിനോടോ അതല്ലെങ്കിൽ ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഓഫീസേഴ്സ് ഉണ്ടാവും, അവരോടോ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ആ ബ്രാഞ്ചിന്റെ സ്വിഫ്റ്റ് കോഡ്
നമുക്ക് തരും. അതുപോലെ ചില ബാങ്കുകൾക്ക് ഓരോ ബ്രാഞ്ചസിനും സെപ്പറേറ്റ് ആയിട്ട് സ്വിഫ്റ്റ് കോഡ് ഉണ്ടാവും. ചില ബ്രാഞ്ചുകളാണെന്നുണ്ടെങ്കിൽ 1-2 ബ്രാഞ്ചുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു സ്വിഫ്റ്റ് കോഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ള ബ്രാഞ്ചുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്വിഫ്റ്റ് കോഡ് ഉണ്ടാവില്ല. അവരുടെ സ്വിഫ്റ്റ് കോഡ് മെയിൻ ബ്രാഞ്ചുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ബ്രാഞ്ചിൽ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ആ സ്വിഫ്റ്റ് കോഡ് ആ ബ്രാഞ്ചുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഏത് സ്വിഫ്റ്റ് കോഡാണ് ഉള്ളത് അത് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറാണ്. അക്കൗണ്ട് നമ്പർ എവിടെ കിട്ടുമെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറാണ്. എങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെക്ക് ബുക്കിൽ അല്ലെങ്കിൽ പാസ്ബുക്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നോക്കി തന്നെ കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റീടൈപ്പ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ വീണ്ടും അതേപോലെ തന്നെ വീണ്ടും രണ്ടാമതും നിങ്ങൾ ആ അക്കൗണ്ട് നമ്പർ തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യിക്കുന്നത് നിങ്ങളെ കൊണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സെറ്റ് ആസ് പ്രൈമറി പേയ്മെന്റ് മെത്തേഡ് എന്നുള്ളത് ടിക്ക് ചെയ്താണ് കിടക്കുന്നത്. അത് ടിക്ക് ചെയ്ത് തന്നെ കിടക്കട്ടെ. അതിനുശേഷം നമ്മളിവിടെ സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുക ഹൗ യു ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ റൈറ്റ് സൈഡിലായിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അവിടെ ആഡ് ആയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് എവിടെയെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാനേജ് പേയ്മെന്റ് മെത്തേഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഇവിടെയും നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. ആ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ആഡ് ചെയ്തിരുന്ന ആ സ്ക്രീൻ വീണ്ടും ഓപ്പൺ ആയി വരും. അവിടെ എവിടെയാണോ നിങ്ങൾ തെറ്റ് ചെയ്തതെന്ന് തോന്നുന്നത് അവിടെ നിങ്ങൾ കറക്ഷൻസ് ചെയ്തിട്ട് വീണ്ടും അതിനെ സേവ് ചെയ്യുക. അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഒരു $100 എങ്കിലും ആഡ്സെൻസിൽ കയറുമ്പോഴാണ് നിങ്ങളുടെ ആഡ്സെൻസിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ആവുന്നത്. അതും ട്രാൻസ്ഫർ ആവുന്നത് എല്ലാ മാസവും 21-ാം തീയതി തൊട്ട് 26-ാം തീയതിക്കുള്ളിലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ആ ഒരു ഡേറ്റും കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറിയില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ പോയി സംസാരിക്കുക. കാരണം ആദ്യത്തെ പേയ്മെന്റ്, കാരണം നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന $1 നമുക്ക് പേയ്മെന്റ് ആയിട്ട് വരുന്നത്, അതാണ് റുപ്പീസായിട്ട് കൺവേർട്ട് ആയി നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നത്. അപ്പോൾ ആ ഒരു ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരു പൈസ വരുന്നതിന് പല ബാങ്കുകളിലും നമ്മളൊരു റെമിറ്റൻസ് ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ ഒരു 5-6 ദിവസം വരെ വന്നില്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി സംസാരിക്കുക. അവർ നിങ്ങൾക്കൊരു റെമിറ്റൻസ് ഫോം തരും. അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ദൂരെയൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇമെയിലിലൂടെ ഈ സംഭവങ്ങൾ നമുക്ക് നടത്താവുന്നതാണ്. പല ബാങ്കുകളിലും അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയും ഉണ്ട്. ഇതൊരു ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തുള്ളൂ. കാരണം ഫസ്റ്റ് പേയ്മെന്റ് കയറി കഴിഞ്ഞാൽ ആ റെമിറ്റൻസ് ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരത്തില്ല. ആ ആദ്യത്തെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ മോണിറ്റൈസ് ആയ ചാനലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.